മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സുരക്ഷാ അനുമതികൾ പിൻവലിക്കുവാനൊരുങ്ങി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം രഹസ്യ വിവരങ്ങൾ ലഭിക്കുവാനുള്ള അവകാശം ജോ ബൈഡന് ഇല്ലെന്ന് ട്രംപ് പറഞ്ഞു. ഇനി ജോ ബൈഡന് രഹസ്യ വിവരങ്ങൾ ലഭിക്കേണ്ട ആവശ്യമില്ലെന്ന് ട്രൂത്ത് സോഷ്യൽ നെറ്റ്വർക്കിലാണ് ട്രംപ് പറഞ്ഞത്. പരമ്പരാഗതമായി അമേരിക്കയിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞവർക്കും രഹസ്യ വിവരങ്ങൾ ലഭിക്കുവാനുള്ള അവകാശം ഉണ്ടാകാറുണ്ട്. 2020 തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം ബൈഡൻ തന്റെ സുരക്ഷാ അനുമതികൾ ഒഴിവാക്കിയിരുന്നുവെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ താനും ജോ ബൈഡന്റെ സുരക്ഷാ അനുമതികൾ പിൻവലിക്കുവാൻ ഒരുങ്ങുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചു. ബൈഡനെ വിശ്വസിക്കുവാൻ ആവില്ല. രഹസ്യ വിവരങ്ങൾ സൂക്ഷിക്കുവാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ലഭിച്ച ഒരു റിപ്പോർട്ടിൽ 82-കാരനായ ബൈഡന് ഓർമ്മക്കുറവുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ട്രംപ് തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. നേരത്തെ പങ്കെടുത്ത ഒരു TV പരിപാടിയിൽ ജോ നിങ്ങളെ പുറത്താക്കിയതാണ് എന്നും ട്രംപ് പരാമർശിച്ചിരുന്നു. അതേസമയം കുടിയേറ്റക്കാരെ ഏറ്റവും കൂടുതൽ നാടുകടത്തിയത് ട്രംപിന്റെ കാലത്തല്ല ബൈഡന്റെ കാലത്താണെന്നാണ് റിപ്പോർട്ടുകൾ. US-ൽ കഴിഞ്ഞ വർഷം 2,71,000-ലധികം കുടിയേറ്റക്കാരെയാണ് നാടുകടത്തിയതെന്നാണ് US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ റിപ്പോർട്ട്. നാടുകടത്തൽ താൽക്കാലികമായി നിർത്തുമെന്ന് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചെങ്കിലും കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഇത്രയും പേരെ നാടുകടത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പേരെ നാടുകടത്തിയതും കഴിഞ്ഞ വർഷമാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ എണ്ണത്തെ പോലും മറികടന്നെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതിനിടെ റഷ്യൻ ശതകോടീശ്വരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനായി ജോ ബൈഡൻ ഭരണകൂടം തുടങ്ങിവെച്ച പദ്ധതി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ റദ്ദാക്കി. യുക്രൈനിൽ ആക്രമണം നടത്തുന്ന റഷ്യയെ ശിക്ഷിക്കുന്നതിനാണ് രാഷ്ട്രീയ സ്വാധീനമുള്ള ബിസിനസ് പ്രമുഖരുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നിയമം ബൈഡൻ കൊണ്ടുവന്നത്. ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയായി പുതിയ അറ്റോർണി ജനറൽ പാം ബാൻഡി ചുമതലയേറ്റതിന് പിന്നാലെയാണ് ഇത് റദ്ദാക്കുന്നത്. ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് കൊണ്ടുവന്ന ഫോറിൻ ഇൻഫ്ലുവൻസ് ടാസ്ക് ഫോഴ്സും നിർത്തലാക്കി. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ US-ൽ വ്യാജ വിവരങ്ങൾ പരത്തുന്നതും ജനങ്ങളെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്നതും തടയുവാനായി ബൈഡന്റെ ഭരണകാലത്ത് ഈ ടാസ്ക് ഫോഴ്സിനെ ഉപയോഗിച്ചിരുന്നു.